പച്ചമുളകും പുതിയ സ്പെഷ്യലാണ്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നന്നായിട്ടുണ്ട്. ഇഷ്ടമായി. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി, അവർക്ക് ഇഡ്ഡലി സാമ്പാർ തന്നെ കൊടുത്തയച്ചത് കേട്ടോ. പിന്നെ ഇക്ക വരുമ്പോൾ 12 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 10 മണിയായപ്പോൾ ഞാൻ കഴിക്കാനിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമായി സാമ്പാർ, സിമ്പിളായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇക്ക 12 മണിക്ക് വന്നു, കഴിച്ചിട്ട് കടന്നുറങ്ങി. പിന്നെ 2-3 മണിയാവുമ്പോൾ എണീച്ചിട്ടാണ് കേട്ടോ. പിന്നെ അങ്കലവാടിയിൽ നമുക്കുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ അവിലി, ഗോതമ്പാവ് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങാൻ പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പോയി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അവില്, അമൃതപ്പൊടി അല്ല, അമൃതല്ല, ആരോഗ്യ മിക്സ്, വെല്ലം, ഗോതമ്പ് കഴിഞ്ഞ മാസം കിട്ടിയില്ലേ, ഗോതമ്പും കോറയും കിട്ടി കഴിഞ്ഞ മാസം, ബെല്ലും അല്ലേ, അവിലും കിട്ടിയില്ലേ കഴിഞ്ഞ മാസം. അപ്പോൾ ഈ മാസം ഗവൺമെൻറ് ഗർഭിണികൾക്ക് തരുന്ന ഫുഡ് ഐറ്റംസ്. ഇതൊക്കെ ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റേതായ റെസിപ്പിയാണ് കേട്ടോ. മീന് ഹെൽത്തി ആയിട്ട് എങ്ങനെ മീനിനെ നമുക്ക് മത്തീനെ ഹെൽത്തി കറി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമാക്കിയിട്ട് ഉണ്ടാക്കി. ഞാൻ വീട്ടിൽ എടുത്തിട്ടുണ്ട്. ഇക്ക നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഇടുള്ളൂ. അപ്പം മീൻ പൊരിച്ചു, മത്തി പൊരിച്ചിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ്, ഇക്കൊക്കെ നല്ല ഇഷ്ടമായില്ലേ സാമ്പാർ. പിന്നെ പുളിരസം, പുളിങ്കറി എന്നൊക്കെ പറയും. പിന്നെ ഇതാണ് മത്തി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ്, എൻ്റേതായ റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഇതൊരു സംഭവമൊക്കെ കഴിച്ച് എനിക്ക് ഇഷ്ടമായി പറഞ്ഞാൽ മാത്രം ഞാൻ ആ വീഡിയോ കഴിച്ചു നോക്കട്ടെ. ഇതൊന്ന് കൂട്ടി നോക്കട്ടെ, സ്പെഷ്യൽ സാധനം എന്താണോ വെച്ചത് അതൊന്ന് കൂട്ടിയിട്ട് ചോറ് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഗൈസ് പറയാം. പച്ചമുളകും കുരുമുളകും മാത്രം, പച്ചമുളകും കുരുമുളകും മുളക് പൊടിയും പുളിയൊന്നും യൂസ് ചെയ്യാം. നന്നായിട്ട്. പച്ചമുളക് പുതിയ സ്പെഷ്യലാണ്, നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നന്നായിട്ടുണ്ട്, ഇഷ്ടമായി. മത്തിയും കൊണ്ട് ചെയ്തത് നന്നായിട്ട്. അപ്പം ശരി, അപ്പം ഞാൻ ഇതിൽ ഇടാം. കുരുമുളകും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. മുളക് പൊടി ഇട്ടില്ല, പുളിയൊന്നും വെച്ചില്ല. നന്നായിട്ട് ഗൈസ്. അപ്പോൾ കഴിക്കാല്ലേ? അപ്പം ഞാനിവിടെ കഴിക്കട്ടെ ഗൈസ്. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോയിൽ കാണിച്ചു തരാം. ഡ്രസ്സ് എടുക്കാൻ പോണ്ടേ, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇന്ന് റിസപ്ഷന്. ഇന്ന് പോയി ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ് കോഡ് ഇട്ടിട്ട് പോകുന്നത് ആദ്യത്തെ ഫാമിലി നമ്മളായിരിക്കും. എല്ലാവരും നാട്ടക്കാലം എടുത്ത് റെഡി ആയി കയറി. നമ്മളെ ഇന്നത്തെ ഫംഗ്ഷനിൽ ഇന്ന് പോയി ഡ്രസ്സ് എടുക്കാൻ പോകണം. ഇല്ല, അത് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വീട്ടിൽ നിന്ന് അവൻ്റെ നോക്കിയിട്ട് പോകും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ നന്നായിട്ടുണ്ട് കേട്ടോ, കറി നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ 2 വലിയുള്ളിയാണ്, ഞാനത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. വീഡിയോയിൽ കാണിക്കുമ്പോൾ കട്ട് ചെയ്യണ്ടാണ് ഇടുന്നത്. അപ്പോൾ അതിനെ 2ആക്കി കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വലിയുള്ളിയും 2 വലിയ തക്കാളിയും 3 പച്ചമുളകും 1 സ്പൂൺ കുരുമുളകും ആണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു തുണ്ട് ഇഞ്ചി കേട്ടോ, പിന്നെ 4 വെളുത്തുള്ളി. ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഞാനത് ചെയ്തത്. പിന്നെ ഇതാ ഒരു പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകം, അതാണ്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. നല്ല മൈ പോലെയാണ് ഞാൻ ഇത് അരച്ചെടുത്തത്.
പിന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഇതന്നെ ഉള്ളൂ മസാല, ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തില്ല. പിന്നെ ഇനി താളിക്കൽ മാത്രമാണ്. അപ്പോൾ അതുകൂടിയും കഴിഞ്ഞതിന് ഒന്ന് ഇത്തിരി ലേശം വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്തെയ്യാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇവിടെ ഇടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ, നല്ല മണമാണ്. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ മസാല കൂടി അതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്, കറിയായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നത് സപ്പോർട്ടിന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമണം പോണ വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ലേശം വറ്റിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മത്തി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മത്തി ഇട്ട് കഴിഞ്ഞാൽ അധികം നേരമൊന്നും വെക്കണ്ട, കാരണം ഉടഞ്ഞു പോകും. എൻ്റെ ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത്, എൻ്റേതായ റെസിപ്പി പറഞ്ഞത് ഞാൻ യൂട്യൂബിലൊന്നും വീഡിയോ നോക്കാണ്ടാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും പറഞ്ഞു തന്നതൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കറിയുന്ന പോലെ ഒന്ന് വെച്ച് നോക്കിയതാണ്. വെച്ച് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്, ആരെങ്കിലും അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ.